ഇപ്പം നമ്മൾ പ്രവചനങ്ങളുടെ ഒന്നും ഒരു സമയമായിട്ടില്ലെങ്കിലും എന്തായാലും ഈ വർഷം തുടങ്ങുന്ന സമയത്തെ ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ലോകകപ്പ് കഴിയുന്ന സമയത്ത് ഏത് ടീമുകളായിരിക്കും നമ്മളൊരു ദിലീപിന്റെ ഒരു സാധാരണ നമ്മൾ പറയുന്ന ടീമുകൾ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ തവണ ഇപ്പൊ മൊറോക്കോ സെമിയിൽ എത്തിയ പോലെ അട്ടിമറികൾ ഉണ്ടാവും, കുറെ അട്ടിമറികൾ ഉണ്ടാവും. എന്താ വെച്ചാൽ ഇപ്പൊ അത്രയും നല്ല ടീമുകൾ, അനേക നല്ല ടീമുകളുണ്ട്. ഇപ്പൊ യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും മാത്രമല്ല, ജപ്പാൻ ഉണ്ട്, ഏഷ്യന്ന്, നോർത്ത് അമേരിക്കന്ന് ഹോസ്റ്റ് നേഷൻ ഏതെങ്കിലും ഒരു ടീം ആരെങ്കിലും ഒക്കെ ഞെട്ടിക്കും. അതിപ്പോ USA ആണോ മെക്സിക്കോ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ പല ടീമുകളും ഉണ്ട്. ഇപ്പൊ പിന്നെ ഞാൻ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു കാര്യം ഈ ലോക്കലായിട്ടുള്ള കോച്ച്മാർ. ഇപ്പൊ മൊറോക്കോന്റെ കോച്ച് അവർക്ക് വേണ്ടി കളിച്ചിരുന്ന ഒരു പണ്ടത്തെ കളിക്കാരൻ. ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാവർക്കും ഒരു യൂറോപ്യൻ കോച്ച് വേണം എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു കുറെ. ഇപ്പൊ കഴിഞ്ഞ തവണ സെനഗലും മൊറോക്കോയും രണ്ടുപേരും അവരുടെ കോച്ചുമാരായിട്ടാണ് പോയത്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസവും കൂടി കാണാൻ പറ്റും. പിന്നെ ഈ 48 ടീം ആവുമ്പോ ഒന്നോ രണ്ടോ മോശം കളികൾ ഉണ്ടാവും തീർച്ചയായിട്ടും, ചില ഏകപക്ഷീയമായ കളികൾ. അതെ. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇവർക്ക് ഇത്രയും നല്ല ടീം ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ അങ്ങനെ പുതിയ ടീമുകളും വരും. പിന്നെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഇപ്പൊ ബ്രസീൽ കുറച്ചു കാലമായിട്ട് കുറച്ച് മോശമാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് കാർലോ ആൻസലോട്ടിയുടെ കോച്ചിങ്ങിൽ അവര് ഫൈനൽ സ്റ്റേജസ് എത്തും. പിന്നെ അർജന്റീന, യൂറോപ്പിൽ നിന്ന് സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇങ്ങനത്തെ ടീമുകൾ തന്നെ, നെതർലൻഡ്സ്, കുറച്ച് നല്ല ടീമുകളുണ്ട്.